ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഗുരുനാഥൻ തുണ ചെയ്യുക സന്തതം, തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെ ഇരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിടുവാൻ. കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി, അച്യുതാനന്ദ ഗോവിന്ദ മാധവ, സച്ചിദാനന്ദ നാരായണ ഹരി. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ഈശ്വരകൃപയും ആയുരാരോഗ്യവും ശാന്തിയും ഈ ലോകജീവിത സുഖങ്ങളും ഈശ്വരനെ അറിയുന്ന ആത്മീയമായ അറിവും എല്ലാ ഭഗവാന്റെ കൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കൾ അഭിപ്രായങ്ങൾ പറഞ്ഞത് ബിജു അതുപോലെ തന്നെ മുന്നോട്ട് പോകുന്നു അമ്മേ എന്ന് പറയുന്നു. ഇതൊക്കെ മനസ്സിലാവുന്നു, നന്നായി മനസ്സിലാവുന്നു. അമ്മ പറയുന്നത് പോലൊക്കെ തന്നെ മുന്നോട്ട് അറിഞ്ഞു പോകുന്നു. നിർമ്മല പവിത്രനും വിളിക്കുമ്പം പറയും ഈശ്വരാനുഗ്രഹത്തിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. രാധാ ശിവാനന്ദനും അത് തന്നെയാണ്. ഇപ്പം വിളിക്കാറില്ല, തിരക്കാന്ന് പറഞ്ഞു. എങ്കിലും കമൻസ് ചെയ്യുന്നുണ്ട്. പ്രസന്ന അതുപോലെ തന്നെയാണ്. കമൻസ് ചെയ്യാൻ അറിയാത്ത മോളാ. എങ്ങനെയോ ചോദിച്ചു പഠിച്ചൊക്കെ ഇപ്പം കമൻസ് മറ്റു തന്നെ വിളിക്കത്തേ ഉള്ളായിരുന്നു. രുക്മിണി മോഹൻ അതുപോലെ തന്നെയാണ്. നിർമ്മല രമേഷും എല്ലാ മക്കളും അങ്ങനെയുള്ള മക്കളല്ലേ ഇങ്ങനെ കമൻസ് ചെയ്യത്തുള്ളൂ. ജയാനിലും അത് തന്നെയാണ്. ജഗദമ്മ അറിഞ്ഞു മുന്നോട്ട് പോകുന്നു അമ്മേ എന്ന് പറഞ്ഞു. നന്നായി. എല്ലാവർക്കും ആ ഒരു അഭിപ്രായം തന്നെ വേണം. എല്ലാവരുടെയും അവസ്ഥകളാണ് എനിക്ക് അറിയേണ്ടത്. ഗീതാ നായർ, ശ്രീല, ലളിത കുമാരി, ജയശ്രീ ബാബു, ഗിരിജ അജയൻ, ഇത്രയും മക്കളെ ഞാൻ കണ്ടുള്ളു. എല്ലാവരെയും ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാവർക്കും ശാന്തിയും സമാധാനവും. ഇത് പേര് തരാത്ത മക്കളും അനേകരുണ്ട്. എല്ലാവർക്കും ഭഗവാന്റെ കൃപ എല്ലാ സുഖങ്ങളും നൽകണേന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഹരിനാമ കീർത്തനം കുറച്ച് ചൊല്ലാം. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആകാരമായതിനു താൻ തന്നെ സാക്ഷി, അതുബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപ ഹരിനാരായണായ നമ. നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, ഹരിശങ്കരായ നമ, നാരായണ സകല സന്താപനാശന, ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായുരുണ്ടൽ ബദമിണ്ടാവതല്ല. മമ പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കലിഹ നാരായണായ നമ. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിഹ. തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി തോന്നീണമേ വരദ നാരായണായ നമ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കും അളവാനന്ദമെന്തു ഹരി നാരായണായ നമ. ഹരിനാമ കീർത്തനം ഇതുര ചെയ്വതിന്നു ഗുരു അരുളാല ദേവകളും അരുൾ ചെയ്യുക ഭൂസുരരും. നരനായി ജനിച്ചു ഭുവി മരണം ഭവിപ്പളവ് ഉര ചെയ്വതിന്നരുൾക നാരായണായ നമ. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനനാന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി
ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി കർമ്മത്തിനും പരമനാരായണായ നമ. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനനാദ്യേന നിത്യഗതി തൊൽഭക്തിവർദ്ധനം ഉദിക്കേണം എൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമ. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താതിഹീനനിധി ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിയിടുകൻ മനസ്സി നാരായണായ നമ. പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത നിറം ഇച്ഛിപ്പവർക്കു ഷടാധാരം കടന്നുപരി വിശ്വസ്ഥിതി പ്രളയ സൃഷ്ടിക്കു സത്വരജസ്തമോദനാഥ ഹരി നാരായണായ നമ. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പ് അവന് മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റിയിടുമെന്നവനു നാരായണായ നമ. തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്കു തക്കൊരുപദേശം തരും ജനനമറ്റിയിടുമെന്നവന് നാരായണായ നമ. എൻ പാപമൊക്കെ അറിവാൻ ചിത്രഗുപ്തനുടെ സമ്പൂർണ്ണ ലിഖ്യത ഗിരം കേട്ടു ധർമ്മപതി എൻ പക്കലുള്ള ദുരിതം പാർത്തു കാണും അളവംഭോരുഹാഷാഹരി നാരായണായ നമ. നക്ഷത്ര പങ്ക്തികളും ഇന്ദുപ്രകാശവും ഒളിക്കും ദിവാകരൻ ഉദിച്ചങ്ങുയർന്നളവ് പക്ഷീഗണം ഗരുഡനെ കണ്ടു കൈതൊഴുതു രക്ഷിക്കയെന്ന് അടിമ നാരായണായ നമ. മൽപ്രാണനും പരനും ഒന്നെന്നുറപ്പവന് തൽപ്രാണദേഹവും അനിത്യം കളത്രധനം സ്വപ്നാദിയിൽ ചിലതു കണ്ടങ്ങുണർന്നവനോടൊപ്പം ധരിക്ക ഹരി നാരായണായ നമ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ ഹരിശങ്കരായ നമ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. നമ്മൾ കേശിവധവും വ്യോമാസുരവധവുമാണ് വായിച്ചത്. അത് കേശിവധം വരെ വായിച്ചു. കേശി എന്ന് പറഞ്ഞാൽ ഘോരനായ ഒരു അസുരനാണ്. ആ അസുരൻ അശ്വമായിട്ട് കുതിരയായിട്ട് വ്രജത്തിൽ വന്നു, ഭഗവാന്റെ വ്രജത്തിൽ ചെന്നു. അപ്പോൾ എല്ലാവരും ഭയന്ന് ഇതിൻ്റെ സൗണ്ട് കേട്ടിട്ട് പക്ഷി പറക്കുന്നത് പോലെ മൊത്തവും അടിച്ച് തകർത്ത് ഈ എങ്ങനെ ചുഴലിക്കാറ്റ് വന്ന് എല്ലാം തകർക്കുന്ന എങ്ങനെ അതുപോലെ അതിൻ്റെ കഴുത്തിലെ രോമങ്ങളൊക്കെ തങ്ങളി ഉരുമിയപ്പോൾ മേഘങ്ങളെല്ലാം ഭേദിക്കുന്നു. വൃക്ഷങ്ങളൊക്കെ തകർത്ത് പക്ഷികൾ പോലെ പെരുമാറുന്നു. പക്ഷികൾ എങ്ങനെ പാറിപ്പറക്കുന്നത് അതുപോലെ. അപ്പോൾ അവിടെയുള്ള ഗോകുലവാസികളെ എല്ലാവരും ഭയന്ന് പേടിച്ച് എങ്ങോട്ടെങ്കിലൊക്കെ മറയുന്നു. അത് കണ്ടപ്പോൾ വിഷമം ഭഗവാൻ നോക്കിയപ്പോൾ ആകുലം പൂണ്ട് ഉഴലുന്നത് കണ്ടപ്പോൾ ഭഗവാന്, കേശവനായ ഭഗവാന് വിഷമം വന്ന് ഈ കേശിയോടങ്ങ് അടുത്തു യുദ്ധത്തിനായിട്ട്. വായും പിളർന്നാണ് ഈ കേശിയായ ഈ അസുരൻ ഭഗവാനെ വിഴുങ്ങാൻ വേണ്ടി സർവരെയും വിഴുങ്ങുന്ന രീതിയിലാണ് വന്നത്. അങ്ങനെ ഭഗവാൻ മായാവിയായ അവനെ, മായാമയനായ ഭഗവാൻ നന്നായി അവനെ കൈകാര്യം ചെയ്തതാണ് നമ്മൾ വായിച്ചത്. എങ്ങനെയാ? അവൻ വായും പിളർന്നുകൊണ്ട് വന്നപ്പോൾ ഭഗവാന്റെ കരം വായ്ക്കകത്തേക്ക് കടത്തി. മായാവി അപ്പോൾ എന്തു ചെയ്തു? ഭഗവാനെ നന്നായി മുറുകെ അങ്ങ് കടിച്ചപ്പോൾ ഭഗവാൻ ദന്തങ്ങളൊക്കെ കൊഴിയുന്ന രീതിയിൽ അവൻ്റെ പല്ലുകളെല്ലാം പൊഴിഞ്ഞു പോയി. കാരണം ഭഗവാന്റെ കൈ അത്രമാത്രം ഇരുമ്പ് കട്ടി പോലെ ആണ് അവൻ്റെ വായിലോട്ട് ചെന്ന്, അതുകൊണ്ടാണല്ലോ അവൻ്റെ പല്ല് മൊത്തം പോയത്. അപ്പം അവൻ ക്ലേശിതനായി വിഷമിച്ച് ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാന്റെ കരം വാമനാവതാരത്തിൽ എത്രമാത്രം വളർന്ന അതുപോലെ ഭഗവാന്റെ കരം വളർന്ന്
വലുതായി വായ്ക്കകത്ത് തിങ്ങി നിരങ്ങി അകത്ത് ആ ശ്വാസക്കോളിൻ്റെ അവിടെയൊക്കെ ചെന്ന് ഇറിഞ്ഞാൽ എന്ത് ചെയ്യും? ശ്വാസോച്ഛ്വാസം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവൻ ശ്വാസം കിട്ടാതെ വിഷമിച്ച് ചോര ഛർദ്ദിച്ച് കണ്ണും തുറിച്ച് ഘോര കരങ്ങൾ കാലും കൈകളും എല്ലായിട്ട് അടിച്ച് തകർത്ത് അവൻ തന്നെ വിണ്ണിലേക്ക് ആകാശം പൊക്ക്. കാരണം അവൻ തന്നെ അടിച്ച് തകർത്തങ്ങ് കാരണം പിടച്ചിൽ വന്ന് കൈയും കാലോട്ട് അടിച്ച് ശ്വാസം മുട്ടിയാൽ എങ്ങനെയാണ്? അതും ഘോരനായിട്ടിരിക്കുന്ന വലിയൊരു പർവ്വതം പോലല്ലയോ ഈ അശ്വമായിട്ട് വന്നത്. അവൻ തന്നെ കാലും കൈകിട്ട് അടിച്ച് മരിച്ചു. കേശിയെ കൊന്നതുകൊണ്ട് ഭഗവാന്റെ പേര് കേശവനെന്ന് കിട്ടി. അതാണ് കേശവൻ എന്ന് ഭഗവാന് നാമം വന്നത്. കേശവനെന്ന് നാമം പുകഴ്ത്തി ദിവി വാഴുന്ന ദേവകൾ കൽപ്പകപ്പൂവ് മലർന്ന് ഒഴിച്ച് സൂക്ഷിച്ച് പേമഴ പോലെ ചൊരിഞ്ഞതു. എല്ലാവരും ഭഗവാനെ വന്ദിച്ച് വാഴ്ത്തി. ഇത്രയും ദുഷ്ടനായ ഈ ഘോരനായ ഈ കുതിരയായി വന്ന ഈ കേശിയെ ഭഗവാൻ വധിച്ചതുകൊണ്ട് ഭഗവാനെ നാമം എന്താ വിളിച്ച? കേശവൻ. അങ്ങനെ ദേവന്മാരെല്ലാവരും ദേവകളെല്ലാം കൽപ്പക പൂമലർ തോഷിച്ച് പേമഴ പോലെ വർഷിച്ചു. ഭഗവാന്റെ ദേഹത്താകെ വർഷിച്ചു പുഷ്പങ്ങൾ. അപ്പോൾ നാരദ മഹാമുനി അവിടേക്ക് വന്നു. പാരാതെ വന്നിട്ടും ഭഗവാനെ വാഴ്ത്തി. എന്താ വാഴ്ത്തി? നമ്മളിതിലെ പ്രാർത്ഥനയല്ലേ? നന്നായി പ്രാർത്ഥിച്ച് എത്രമാത്രം ആ നാരദ മഹാമുനിക്ക് സന്തോഷമായി. തൊണ്ടയ്ക്കത് കഫം. അത് നമുക്ക് കഴിഞ്ഞ ദിവസം വായിച്ചത് അല്പം കയറ്റി വായിക്കും, എന്നിട്ട് പിന്നെ നമുക്ക് കണ്ടു വായിക്കാം. എങ്ങനെയാ നാരദ മഹാമുനി ഭഗവാനെ വാഴ്ത്തിയത്? ശ്രീകൃഷ്ണ വിഷ്ണു ജഗദീശ മാധവ ലോകപാല കരുണാകര വാരിധേ സർവഭൂതാത്മൻ സർവാധാര യോഗേശ നിർവികാര നിരുപാത്മ ജ്യോതിർമയ സർവഗുഹാസ്തഗൂഢ. അതായത് എല്ലാ ഉള്ളറയിലും ഇരിക്കുന്ന അവ്യക്തത രൂപം. നമുക്ക് കാണാൻ പറ്റാത്ത എവിടെ ഏത് ഗുഹയിലും ഏത് ദ്വാരങ്ങളിൽ എവിടെ ഏത് സ്ഥലത്തും എവിടെയും അവ്യക്തമായി ഇരിക്കുന്ന ഭഗവാൻ. അതാണ് ഗുഹാസ്ത ഗൂഢ എന്ന് പറയുന്നത്. ഗുഹകളിലും ഏത് ദ്വാരങ്ങളിലും എന്നുവെച്ചാൽ വായു എവിടെല്ലാം ഇരിക്കും അതുപോലെ തന്നെയാണ്. സർവഗുഹാസ്ത ഗൂഢ മഹാപുരുഷ സർവേശ്വര പരമാത്മൻ പരാപര ആത്മാവിനും അനാത്മാവിനും മൂലമായി സൂക്ഷ്മമായി സൃഷ്ടിക്കു പൂർവമായി സാക്ഷിയായി മായാഗുണങ്ങളെ കൊണ്ട് വിശ്വം ചമച്ചായ അതിൽ സത്യസങ്കല്പ സ്വരൂപനായി ചേതനനായ നീ സത്യരക്ഷാർത്ഥമായി ഭൂതലേ വന്ന് അവതീർണനായ അന്നന്ന് ഭൂതല ഭാരഹരണം വരുത്തുവാൻ ജാതനാകുന്നിതു മായാ മഹിമയാൽ. ഭഗവാന്റെ മായാമഹിമ കൊണ്ട് ഭൂമിയിലെ ഭാരങ്ങളെല്ലാം നശിപ്പിക്കാൻ, അത് ദുഷ്ടതയെല്ലാം നശിപ്പിച്ചിട്ട് സത്യവും ധർമ്മവും നിലനിർത്താൻ ഭഗവാൻ ഭൂതലേ വന്ന് അവതരിച്ചു. സത്യസങ്കല്പ സ്വരൂപനായിരിക്കുന്ന ചേതനനായ ഭഗവാൻ അത് സത്യരക്ഷാർത്ഥമായി സത്യത്തെ രക്ഷിക്കാൻ, സത്യം പാലിക്കാൻ. എങ്ങനെയാ ഈ ദുഷ്ടമായിരിക്കുന്ന ഭാരം ഭൂമിക്ക് കഠിനമായ ഭാരമായി അതെല്ലാം തീർക്കാൻ, നശിപ്പിക്കാൻ, ഭൂതലത്തിൽ സത്യത്തെ രക്ഷിക്കാൻ അതിന് വന്ന് അവതരിച്ച ഭഗവാനെ ജാതനാകുന്നത് മായാമഹിമയാൽ. അങ്ങനെ ഭഗവാന്റെ മായ കൊണ്ട് ഇവിടെ അവതരിച്ചു. ഇത് ആരുടെ പ്രാർത്ഥനയാ? നാരദ മഹാമുനി. ഈ ദുഷ്ടനായ കേശിയെ വധിച്ചപ്പോൾ നാരദ മഹാമുനി വന്ന് ഇതെല്ലാം ഭഗവാനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് സ്തുതിക്കുന്നു. ദുഷ്ടരായുള്ളൊരു ദൈത്യരെ ഒക്കെയും നഷ്ടത ചെയ്തുടൻ വിഷ്ടമം രക്ഷിച്ചു. ദൈത്യരായ ദുഷ്ടന്മാരെല്ലാം നഷ്ടത ചെയ്ത്, ദൈത്യരൊക്കെ നഷ്ടത എന്ന് വെച്ചാൽ നശിപ്പിച്ചിട്ട് വിഷ്ടമം ഈ ലോകം രക്ഷിച്ച് നഷ്ടമാക്കി കളഞ്ഞിടുന്ന നീ ഇന്ന് ദുഷ്ടനാം കേശിയെ കൊന്നതെന്തത്ഭുതം. ഇങ്ങനെ നഷ്ടമാക്കി കളഞ്ഞ ഈ ദുഷ്ടനായ കേശിയെ കൊന്നത് എന്തൊരത്ഭുതമാകുന്നു. എങ്കിലും അതൊക്കെ കണ്ടു വായിക്കാം. അവിടം വരെ നമ്മളിന്നലെ വായിച്ചത് ഒന്നുകൂടെ ഓർമ്മ വരാൻ വേണ്ടി ഒന്നുകൂടെ വായിച്ചതേ ഉള്ളൂ. ഇനി ഇത് കുറച്ചുകൂടെ വായിക്കുമ്പോൾ തീരും ഈ കേശിവധം. ഇതിപ്പോൾ കേശിയുടെ അല്ല, ഇനി വ്യോമ അസുരവധം. കേശിവധവും വ്യോമ അസുരവധവുമാണ്. കേശിവധവും വ്യോമ അസുരവധവും അത് നമ്മൾ ഇവിടം വരെ വായിച്ചു. എന്തൊരത്ഭുതം!
എങ്കിലും ഭക്തജനങ്ങൾ പറയുന്നു, പങ്കജനേത്ര നീ ചെയ്തത് അത്യത്ഭുതം. ഇത് ഭക്തജനങ്ങൾ പറയുന്നു, ഈ കേശിയെ കൊന്നത് എന്തൊരു അത്ഭുതമെന്ന് നാരദ മഹാമുനി പറഞ്ഞിട്ട്, എങ്കിലും ഭക്തജനങ്ങൾ പറയുന്നു, ഭഗവാനെ പങ്കജനേത്ര നീ ചെയ്തത് അത്യത്ഭുതം. ആയുധമേറ്റ് മൃതിയും അവനില്ല, മായവും ഏറ്റവുമുണ്ട് ഇവൻ തന്നെ നാമം. ശ്രവണേന കേൾക്കുന്ന ദേവകൾ ആമയം പൂണ്ടൊളിക്കുന്നത് പോയി ഇത് മേലിൽ ഇന്നും മല്ലവിഗ്രഹവും ജഗൽപാലക കംസനെയും ഭവാൻ കൊൽവതും. അതായത് ഇനിയും ഇങ്ങനെയുള്ള മല്ലന്മാരുണ്ട് ഭഗവാനെ, ഒരുപാട്. കംസനുണ്ട്, അവൻ്റെ കൂട്ടുകാർ ഇനിയും ഉണ്ട്. അപ്പോൾ ആയുധമേറ്റവന് മൃതിയില്ല ഈ കേശിക്ക്. ഭക്തജനങ്ങൾ പറയുന്നു, പങ്കജനേത്ര അങ്ങ് ചെയ്തത് എന്തൊരു അത്യത്ഭുതമാണ്. ഇവിടെ നാരദ മഹാമുനി എന്തൊരു അത്ഭുതം എന്ന് പറഞ്ഞു. ഇത് എന്ത് അത്ഭുതം. പക്ഷെ ഇവിടെ ജനങ്ങൾ എന്താ പറയുന്നത്, എന്താ അത്യത്ഭുതം, അത്ഭുതത്തിലും അത്ഭുതം എന്ന് ജനങ്ങൾ പറയുന്നു. ഭഗവാന് പങ്കജനേത്ര എല്ലാവരും ഇങ്ങനെ അത്യത്ഭുതം എന്ന് പറയുന്നു. നാരദ മഹാമുനി ഇതെന്ത് അത്ഭുതം എന്ന് പറഞ്ഞു. ആയുധമേറ്റ് ഈ കേശിക്ക് മൃതിയും അവനില്ല, ഒരായുധം കൊണ്ടും കൊല്ലാൻ പറ്റും. പക്ഷെ ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാന്റെ ശരീരമാകുന്ന കൈ ഉപയോഗിച്ചല്ലേ കൊന്നത്. ആയുധം കൊണ്ട് അവന് വരം കിട്ടിയിട്ടുണ്ട്. അവൻ ആയുധം കൊണ്ടൊന്നും ആർക്കും കൊല്ലാൻ പറ്റുകയില്ല എന്ന്. അതുകൊണ്ട് ഭഗവാൻ ഇവിടെ ഭഗവാന്റെ ദേഹം കൊണ്ട് തന്നെയാണ് ആയുധമാക്കി ചെയ്തത്. അതുകൊണ്ട് ആയുധമേറ്റ് മൃതിയും അവനില്ല, അവന് മരണം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. മായവും ഏറ്റവും ഉണ്ട് ഇവൻ തന്നെ നാമം. ശ്രവണനെ കേൾക്കുന്ന ദേവകൾ ഇവൻ്റെ പേര് കേശി എന്ന് കേട്ടാൽ തന്നെ ജനങ്ങൾ ദേവന്മാർക്കെല്ലാം ആമയം പൂണ്ടൊളിക്കും, പേടിച്ച് ഓടി ഒളിക്കും ദേവന്മാർ പോലും. അപ്പം ഇവന് ഒരിക്കലും ഇവൻ്റെ മായവും കഠിനമായ മായാവിയാണ്. അവൻ ആയുധം കൊണ്ടൊന്നും അവനെ അകവരുത്താൻ പറ്റുകയില്ല. അങ്ങനെയുള്ള ഇവൻ്റെ നാമം കേശി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും ദേവകളെല്ലാം ആമയം പൂണ്ട് വിഷമിച്ച് പൂണ്ട് ഒളിക്കുന്ന അത് പോയിതു അതുകൂടാതെ ഇനിയും ഉണ്ട് ഭഗവാനെ മേലിൽ ഇനിയും ഇന്നൂന്നല്ല ഇന്നും മേലിൽ ഇനിയും മല്ലവിഗ്രഹവും ഇനിയുണ്ട്. മല്ലന്മാർ വിഗ്രഹം വെച്ചാൽ ശരീരം, മല്ലവിഗ്രഹവും ജഗൽപാലക കംസനെയും ഭവാൻ കൊൽവതും. ഇനി കംസനുണ്ട് ഭഗവാനെ. കാൺമതിനായി വന്നിടുന്നതുണ്ട് ഞാൻ ആൺമയായി നാളെ മധുരിപൂ. നാളേക്ക് നാളെ വെച്ചാൽ നാളെയുടെ മറ്റന്നാൾ അതിനെങ്ങാണാന്നോ അങ്ങനെ പറയുന്നത്. നാളേക്ക് വെച്ചാൽ നാളത്തെ കഴിഞ്ഞിട്ട് നാളെ, അങ്ങനെ കണ്ടുള്ള ദിവസം കണ്ടാ തോന്നുന്നു. അതുകൊണ്ട് ഭഗവാനെ ജഗൽപാലക മല്ലവിഗ്രഹം ഇനിയും ഉണ്ട്, ഇനിയും മേലിൽ ഇനിയും മല്ലവിഗ്രഹം കിടക്കുന്നു. കംസനെയും ഇനി ഭഗവാൻ കൊല്ലണം. അതിനെ കാണാനായിട്ട് നാരദ മഹാമുനി വരുന്നുണ്ട്. നാരദ മഹാമുനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഇനി ഞാൻ അതിന് കാണാൻ വരുന്നുണ്ട്. ഞാൻ ആൺമയായി നാളെ മധുരിപ്പൂ. അത് നാളത്തെ ദിവസത്തിൻ്റെ അടുത്ത ദിവസം എന്നുള്ളതിനായിരിക്കും അങ്ങനെ പറയുന്നത്. പിന്നെ യവന നരകം ഒരു ദൈത്യ ഉന്നതന്മാരെ വധിപ്പതും കണ്ടിടാം. അത് കേട്ട് എന്താണ്, ഈ കംസനെയും പിന്നെ യവനനും നരകനും ഒരു ഉന്നതരായ ദൈത്യന്മാർ ഇനിയും ഉണ്ട്. അവരെയൊക്കെ വധിക്കുന്നതൊക്കെ കാണാം, കണ്ടിടാം. ദേവേന്ദ്രനോടുടൻ പാരിജാതത്തെയും ദേവേശ വാങ്ങുന്നതും വിവാഹങ്ങളും ധന്യ നൃഗമോക്ഷം ജാമ്പവൽ പുത്രിയാം കന്യാവിവാഹം സമന്തക പ്രാപ്തിയും പിന്നെ മൃതന ഗുരുപുത്രൻ തന്നെയും അന്വേഷണം ചെയ്തുകൊണ്ടെന്ന് ദക്ഷിണ ചെയ്വതും പൗണ്ഡ്രകൻ തന്നെ വധിപ്പതും ജാതവേദസിനാൽ കാശീപുരം ചുട്ട് ദന്തവക്ത്രൻ തന്നെ കൊന്നു ധർമാത്മജൻ സന്തതം ബന്ധുവായി രാജസൂയം ശൈത്യം അന്തരാമോക്ഷവും നൽകി ഭൂഭാരത്തിന് അന്തരം ചെയ്വതിന് അർജുന സാരഥ്യം ദുര്യോധനാദികളെ വധിപ്പിപ്പതും വൈരം യദുക്കൾ തമ്മിൽ ഭവിപ്പിച്ചിഹ കാര്യം വരുത്തുവാനായതും. ഇത് ഓരോരോ കാര്യങ്ങൾ ചെയ്തതിനെ പറ്റി പറയുന്ന നാരദ മഹാമുനി. ഇങ്ങനെയൊക്കെ ഓരോ രാജസൂയം ചെയ്തതും ഓരോ പൗണ്ഡ്രകനെ വധിച്ചതും ഈ കാര്യങ്ങളെല്ലാം ഓർത്തോർത്ത് നാരദ മഹാമുനി പറയുന്നു. അങ്ങനെയെല്ലാം വൈരം യദുക്കൾ തമ്മിൽ അങ്ങനെ ദുര്യോധനാദികളെ വധിച്ചപ്പോൾ അർജുനനെ പക്ഷം ഭഗവാൻ നിന്നുകൊണ്ട് ദുര്യോധനാദികളെ വധിച്ചുകൊണ്ട് ഭഗവാൻ ഏതുകുലമായിട്ട് വൈരമാണ്, ശത്രുക്കളായിപ്പോയി. ദുര്യോധനാദികളെ വധിച്ചപ്പോൾ വൈരം, ശത്രുവായി യദുക്കൾ തമ്മിൽ. യദുകുലം വെച്ചാൽ ഭഗവാന്റെ കുലം. അവരും ദുര്യോധനാദികൾ 101 മക്കളുള്ള അവരെല്ലാം വധിച്ചതുകൊണ്ട് അവരെല്ലാം ശത്രുക്കളായതും കാര്യം വരുത്തുവാനായതും, എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഭഗവാൻ ചെയ്യുന്നത്, അതുകൊണ്ട് കാര്യം വരുത്തുവാനായതും. എന്നിട്ട് സംഹരിപ്പാൻ അവർ തമ്മിൽ ഒന്നിനൊന്ന് തല്ലിച്ച്
ഇങ്ങനെയുള്ള വിലാസമായ രസമിഞ്ഞ് കാൺമാൻ ഞാൻ വരുന്നു തത്തൽക്കാലേ. നാരദ മഹാമുനി പറഞ്ഞു, ഇനിയും ഇതുപോലുള്ള യുദ്ധങ്ങൾ കാണാൻ, വിലാസങ്ങൾ കാണാൻ, ഭഗവാന്റെ വിലാസമായ രസമിങ്ങി കാണുവാൻ, ഭഗവാന്റെ മായാവിലാസം കൊണ്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് അപ്പുറത്ത് സംഹരിപ്പാനുണ്ട്, അതിൻ്റെ ബാക്കിയായത്. സംഹരിപ്പാൻ അവർ തമ്മിൽ ഒന്നിനൊന്ന് തല്ലിച്ചു. കാരണം ദുര്യോധനാദികൾ ശത്രുക്കളായത് അവർ ഒന്നിനൊന്ന് ചെയ്ത് ഇങ്ങനെയൊക്കെ വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ ദുഷ്ടന്മാരെ വധിക്കുന്ന ഭൂമിദേവിയുടെ ഭാരം കുറയ്ക്കാൻ ഭഗവാൻ ചെയ്തതാ. അവിടെ ബന്ധുക്കളെന്നോ അങ്ങനൊന്നും ഭഗവാനില്ല. അതായത് അർജുനപക്ഷം ഭഗവാന് ബന്ധു സ്വന്തമൊക്കെ ഉണ്ട് താനും. അപ്പച്ചിയാണ് അർജുനൻ്റെ അമ്മ കുന്തിദേവി. അപ്പോൾ അതൊന്നും വെച്ചല്ല, ഭഗവാനുടെ ധർമ്മം നോക്കിയതാണ്. എന്തായാലും കൊള്ളാം, എന്തോ ആയിക്കോട്ടെ, നമുക്കിത് വായിച്ചു പോവാം. നമുക്കതിനെപ്പറ്റി പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടൊന്നും പറയാനറിയില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഈ വിലാസമായ രസം നാരദ മഹാമുനി പറഞ്ഞു, ഇതൊക്കെ കാണുവാൻ ഞാൻ വരുന്നു തത്തൽക്കാലേ. ഇനി കംസനെ വധിക്കുന്നതും ഈ പറഞ്ഞ ദുഷ്ടരായ മല്ലന്മാരെയൊക്കെ വധിക്കുന്നത് കാണണം. ഇന്നു നിൻ കാരുണ്യമെങ്കലുണ്ടാകണം ചിന്മയമൂർത്തേ ജഗൽപദേ മാധവ. ഇത്രയും വന്ന് കണ്ടല്ലോ, സന്തോഷമായി. ഇനിയും ഇതുപോലെ എനിക്ക് വന്ന് കാണണം. അതിന് ഭഗവാന്റെ അനുഗ്രഹം, എനിക്ക് കാരുണ്യം എന്നിലുണ്ടാകണം. ഇനി വന്ന് കാണണം. ഈ മല്ലന്മാരെയൊക്കെ ഭഗവാൻ വധിക്കുന്ന കാണാൻ ഇനിയും വരണം, എനിക്ക് കാണണം. അതുകൊണ്ട് എനിക്ക് ഭഗവാന്റെ കാരുണ്യം എങ്കൽ ഉണ്ടാകണം. ചിന്മയമൂർത്തേ ജഗൽപദേ മാധവ. നമ്മളും പ്രാർത്ഥിക്കണം, നല്ല കാര്യങ്ങളൊക്കെ കാണാൻ അവസരം ഉണ്ടാക്കി തരണമേ ഭഗവാനെ. നമ്മളും ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം. നല്ലതു മേന്മേൽ വരികെന്ന് അനുഗ്രഹം ചൊല്ലി യഥാഗമനം ചെയ്തു നാരദൻ. ഭഗവാൻ ഇങ്ങനെ അനുഗ്രഹം കൊടുത്തു നാരദ മഹാമുനി. നല്ലത് മേന്മേൽ വരികെന്ന് അനുഗ്രഹം ചൊല്ലി യഥാഗമനം ചെയ്തു നാരദൻ അങ്ങനെ അനുഗ്രഹം വാങ്ങിപ്പോയി. നന്ദിച്ചു രാമനും ഗോപാലവൃന്ദവും ഒന്നിച്ചു കൃഷ്ണനും വാണിതതുകാലം. അങ്ങനെ ഭഗവാൻ അങ്ങനെ നാരദ മഹാമുനി അയച്ചിട്ട് നന്ദിച്ചു രാമനും ഗോപാലവൃന്ദവും, വൃന്ദം കൂട്ടം എന്ന് വെച്ചാൽ ഗോപന്മാരെല്ലാവരും, രാമനും ഒന്നിച്ച് കൃഷ്ണനും എല്ലാവരും കൂടി വാണിതതുകാലം. അങ്ങനെ ഈ ഒരു ദുഷ്ടനെ കൊന്നിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത്, ആ സമയം അങ്ങനെ ഇരുന്ന സമയത്ത് പിന്നെയും കാനനം പൊക്ക് ഗോവിന്ദനും തന്നുടെ മിത്രങ്ങളോടും കളിക്കുമ്പോൾ, അങ്ങനെ ഇവരെല്ലാം പറഞ്ഞ് നാരദ മഹാമുനി അനുഗ്രഹം ചെയ്ത് പറഞ്ഞു വിട്ടു. രാമനും കൃഷ്ണനും ഗോപാലരെല്ലാവരും കൂടെ അങ്ങനെ കഴിഞ്ഞു. ഒരു ദിവസം വീണ്ടും കാനനം പൊക്ക് ഗോവിന്ദനും തന്റെ മിത്രങ്ങളോട് സുഹൃത്തുക്കളോട് കളിക്കുമ്പോൾ എന്താ അവർ കളിക്കുന്നത്? ഗോക്കളെ മോഷ്ടിച്ച് കൊണ്ടങ്ങ് ഒളിക്കയും വെക്കം തിരഞ്ഞങ്ങ് കണ്ടെത്തിയും ചിലർ. അവർ കളിക്കുന്ന ഇങ്ങനെ പശുക്കളെയൊക്കെ മോഷ്ടിച്ചുകൊണ്ട് കുറച്ച് പേര് അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അവരെ കണ്ടില്ല എന്ന് പറഞ്ഞ് അങ്ങനെയുള്ള കളി. ഗോക്കളെ മോഷ്ടിച്ച് കൊണ്ടങ്ങ് ഒളിക്കയും വെക്കം തിരഞ്ഞങ്ങ് കണ്ടെത്തിയും ചിലർ പെട്ടെന്ന് പോയി കണ്ടെത്തുകയും മേഷഭാവം നടിച്ചും ചിലരങ്ങ് അതിൽ. ചില കുട്ടികൾ എങ്ങനെയെന്നറിയാമോ? ആടിൻ്റെ വേഷം എടുക്കും. കുറച്ച് ആടുകളും കുറച്ച് പേര് ആടിനെ രക്ഷിക്കുന്നവരും. അങ്ങനെ മേഷം വെച്ചാൽ ആട്, മേഷഭാവം വെച്ചാൽ ആടിൻ്റെ രൂപം എടുത്ത് ചിലർ ആട് നടക്കുന്ന പോലെ എന്നൊക്കെ കരഞ്ഞു കൊടുക്കുക ആടുകൾ അങ്ങനെ. എന്നിട്ട് ആ ആടുകളെ രക്ഷിക്കാൻ പാലന്മാരാരാ? കുറച്ച് പേര്, കുറച്ച് പിള്ളേർ മേഷപാലന്മാർ. ഇപ്പം ആനയെ മേയ്ക്കുന്ന പാപ്പാൻ എന്ന് പറയുന്നത് പോലെ ആടുകളെ നയിക്കുന്ന കുറച്ച് പിള്ളേർ ആടിനെ പോലുള്ള മേഷന്മാർ മേഷപാലന്മാരായിട്ട് നിൽക്കും. ആടുകളായിട്ട് കുറച്ച് പിള്ളേർ നിൽക്കും. അതിനെ രക്ഷിക്കുന്ന കുറച്ച് ആളുകൾ ആടിനെ പരിപാലിക്കാനായിട്ട് നിൽക്കും. അപ്പം രൂപം എടുത്ത ആരാ? ആടിനെ പോലെ നിൽക്കുന്നത് കുറച്ച് കുട്ടികളായിരിക്കും. അവർ രക്ഷിക്കാൻ നിൽക്കുന്നത് മനുഷ്യരൂപം തന്നെയാണല്ലോ. ആ ആടുകളെ മേയ്ക്കാൻ നിൽക്കുന്ന കുറച്ച് ആളുകൾ. അങ്ങനെയാണ് അവരുടെ കളി. അപ്പം മേഷഭാവം നടിച്ചും ചിലർ അതിൽ മേഷപാലന്മാരതായി കളിക്കുകയും കുറച്ച് കുട്ടികൾ അവർ രക്ഷിക്കാനായിട്ട് കൊണ്ട് നടക്കും, ആടുകളെ കൊണ്ട് നടക്കും. കുറച്ച് ആട്ടുകുട്ടികളായിട്ട് നിൽക്കുന്ന കുറേ മനുഷ്യക്കുട്ടികളാണ്, അല്ല ആടല്ല. ആട്ടിൻ്റെ രൂപം എടുത്ത് കുറേ ആടുകളാണ് ഞങ്ങൾ എന്നും പറയും. കുറച്ച് കുട്ടികൾ ആടായിട്ട് നിന്ന് തീറ്റി തിന്നുന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ നടന്ന് കളിച്ച് നടക്കുക. എന്നിട്ട് കുറച്ച് പേര് അവരെ തീറ്റിപ്പോറ്റാനായിട്ട് കുറച്ച് ആളുകൾ അവരെ കൂടെ നടക്കും. അന്ന് മായാസുരന്തരുടെ സൂനുവായി നിന്നൊരു വ്യോമാസുരൻ പോന്നു വന്നുടൻ. ഈ കുട്ടികൾ ഇങ്ങനെ കളിച്ചപ്പോൾ മയാസുരൻ്റെ പുത്രൻ പുത്രൻ ആരാണ്? വ്യോമാസുരൻ. അപ്പോൾ മയാസുരൻ്റെ പുത്രനായ വ്യോമാസുരൻ
ഇവരിടയ്ക്ക് വന്നു. ഈ ആട്ടുംകുട്ടിയുടെ ഇടയ്ക്ക് വന്നു. അവന് ആടിൻ്റെ വേഷമൊക്കെ എടുക്കാനൊക്കും. അതല്ലെങ്കിൽ അവരുടെ ഇടയ്ക്ക് വന്ന് ആട്ടിനെ നോക്കുന്ന രക്ഷകനായിട്ട് നിൽക്കാമല്ലോ. അങ്ങനെ ഇവരുടെ ഇടയ്ക്ക് അവനിങ്ങി വന്നു. നന്ദാത്മജൻ കൃഷ്ണരാമാദി ഗോപാലർ തന്നുടെ കൂട്ടത്തിൽ ഒന്നായ അകമ്പുക്ക്. അപ്പോൾ എങ്ങനെ വന്നു നിന്നു? നന്ദാത്മജൻ, അതായത് ഭഗവാൻ കൃഷ്ണനും രാമനും ഗോപാലരായ തന്നുടെ കൂട്ടത്തിൽ കുറച്ച് കുട്ടികൾ ആടായിട്ട് നിന്നാലും കുറച്ച് പേര് നോക്കാൻ നിൽക്കുന്ന ആൾക്കാരിടയ്ക്ക് കൃഷ്ണനും രാമനും കുറച്ച് ഗോപാലരൊക്കെ ഉണ്ട്. അവരിടയ്ക്ക് വന്നങ്ങ് കയറി ഈ ദുഷ്ടനായ വ്യോമാസുരൻ. അവരുടെ കൂട്ടത്തിൽ ഒന്ന് ഇവനും കൂടെയാണ്. പക്ഷെ തിരിച്ചറിയാത്ത അടക്കം അവൻ വന്ന് അവരുടെ കൂടെ അങ്ങ് ചേർന്നു. മേഷരൂപം ധരിച്ചിടുന്ന ബാലരെ മോഷണം ചെയ്ത് ഗുഹയ്ക്കകത്താക്കിനാൻ. ഇവൻ മനഃപൂർവ്വം എന്താ അങ്ങനെ വന്ന് നിന്നത്? ആടുകളെ മേയ്ക്കുന്ന ഭാവമായിട്ട് നിൽക്കുമ്പം ഇവന് കുറച്ച് ആടുകളെ മേய்ച്ചോണ്ട് പോകാമല്ലോ. ആടുകളെ മേയ്ക്കാൻ നിൽക്കുന്ന ആളുകളെ ഇടയ്ക്കാകുമ്പോൾ ഇവനും കുറച്ച് ആട്ടുകുട്ടികളെ മേய்ച്ചോണ്ട് നടക്കാം. അപ്പോൾ ആ തക്ക നോക്കി കുറേ ആടുകളെ, കുറച്ച് കുട്ടികളെ, ഈ മനുഷ്യക്കുട്ടികളാണ്, അവരെ ഗുഹയ്ക്കകത്ത് കൊണ്ടങ്ങ് ആക്കിയിട്ട് കല്ലുകൾ കൊണ്ട് ഗുഹദ്വാരം അടച്ച്. ഒരു ഗുഹയ്ക്കകത്ത് എത്ര കുട്ടികളെ കൊള്ളാം? അത്രയും കുഞ്ഞുങ്ങൾ, ആടുകളല്ലയോ. ആടിനെ നോക്കുന്നതിനായിട്ട് അവന് നിൽക്കുമ്പോൾ അവൻ എന്തും ചെയ്യാമല്ലോ. ഇന്നടത്തോട്ട് വാ, നമുക്ക് അവിടെ പോയി തീറ്റ തിന്നാൻ വേണ്ടി കുട്ടികളെ വിളിച്ചുകൊണ്ട് പോകും. ഇവനും ദുഷ്ടനല്ലേ. ഇവൻ ഗുഹയ്ക്കകത്ത് കുട്ടികളെല്ലാം പിടിച്ചങ്ങ് കയറ്റി. ആടാവുമ്പം അവൻ്റെ കൂടെ ചെല്ലാമല്ലോ. അവർ ദുഷ്ടത്തരാണെന്നും പിള്ളേർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഭഗവാൻ ഇതൊക്കെ അറിയും. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്ത് കുറച്ച് കുട്ടികളെ മോഷണം കട്ടുകൊണ്ട് പോയി ഈ ഗുഹയ്ക്കകത്ത് ആക്കിയിട്ട് എന്ത് ചെയ്തു? കല്ലുകൾ കൊണ്ട് ഗുഹാദ്വാരം അടച്ച്. അല്ലീമകൾ കാന്തൻ എല്ലാം അറിഞ്ഞുടൻ. ഭഗവാൻ എന്ത് ചെയ്ത് ഇതെല്ലാം മനസ്സിലാക്കി. ഭഗവാന് അല്പം മതിയല്ലോ, കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിയാണ്. കാരണം ഈശ്വരനല്ലേ, കൃഷ്ണന് സർവജ്ഞനല്ലേ, എന്തും കണ്ടുപിടിക്കാനുള്ള കഴിവുണ്ടല്ലോ. ഇവൻ മനുഷ്യക്കുട്ടികളായിരിക്കുന്ന ആടായിട്ട് നിൽക്കുന്ന കുട്ടികളെ തീറ്റി എവിടെയൊക്കെ കൊണ്ട് തീറ്റ തേടി ഒരു ഗുഹയ്ക്കകത്ത് കൊണ്ടങ്ങ് കയറ്റിയിട്ട്, കുഞ്ഞുങ്ങൾക്ക് അറിയാമോ ഇവനെ കൊല്ലാനാണ് എന്നൊക്കെ അവരൊക്കെ അറിയില്ല. അവർ രക്ഷിക്കുന്ന പാലനം ചെയ്യുന്നവരല്ലയോ. അവൻ പറയുമ്പോൾ കുട്ടികൾ കേട്ടു. അകത്ത് കയറാൻ പറയും, അവരങ്ങ് അകത്ത് കയറി. ഇവൻ ആ ദ്വാരം, അതിലോട്ട് കയറുന്ന ദ്വാരം കല്ലുകൾ ഉണ്ടച്ചങ്ങ് അടച്ചപ്പം അല്ലീമകൾ കാന്തൻ, ഭഗവാൻ നാരായണൻ കൃഷ്ണൻ ഇതെല്ലാം അറിഞ്ഞ് ദാനവനാം വ്യോമനെ പിടിപെട്ടിതു. ഭഗവാൻ എന്ത് ചെയ്തു? ഈ ദാനവനായിരുന്ന ഈ വ്യോമാസുരനെ പിടിച്ചിട്ട് എന്ത് ചെയ്തു? ദാനവ രൂപം പ്രകാശിച്ചു തന്നേരം അവനെ പിടിച്ചപ്പോൾ അവൻ്റെ യഥാർത്ഥമായ രൂപം അങ്ങ് വന്നു. അതാണ് ദാനവ രൂപം. അവൻ ആട്ടിനെ മേയ്ക്കുന്ന ഒരു കുട്ടിയെ പോലെയാണ് ഇവരുടെ കൂടെ ഇടയ്ക്ക് കയറി. ഭഗവാൻ കൃഷ്ണനും രാമനും മറ്റു ഗോപന്മാരും എങ്ങനെയാ അതുപോലെ ഒരു വേഷം കെട്ടിയാണ് അവനവിടെ വന്നത്. ദാനവ രൂപം മറച്ചു വെച്ചാണ്, സാധാരണ ഒരു കുട്ടികളെ പോലെയാണ് അവിടെ വന്ന് ഇവരെ കൊണ്ടുപോയത്. പക്ഷേ ഭഗവാൻ പിടിച്ചപ്പോൾ അവൻ യഥാർത്ഥ രൂപം വന്നു, പ്രകാശിച്ചത്. അവൻ്റെ യഥാർത്ഥം എന്താണ്? അതിഭയങ്കരമായ തടിയും വലിയ അസുരനല്ലേ. അപ്പോൾ അവൻ്റെ യഥാർത്ഥ രൂപം പ്രകാശിച്ചു തന്നേരം അന്നേരം പോവതിനായി തുനിഞ്ഞിതു വ്യോമനും. ഭഗവാൻ പിടിച്ചവന് മനസ്സിലായി. അവൻ എന്ത് ചെയ്ത്? പോകാനായിട്ട് തുനിഞ്ഞ് പിടിച്ചിട്ട് ഭഗവാൻ മനസ്സിലാക്കി എന്നറിഞ്ഞപ്പോൾ അവൻ അവിടുന്ന് രക്ഷപ്പെടാൻ നോക്കി. പോവതിനായി തുനിഞ്ഞിതു വ്യോമനും ദേവദേവൻ യമലോകെ ഗമിച്ചിതു. അപ്പം ഭഗവാൻ എന്ത് ചെയ്ത്? ദേവദേവൻ യമലോകെ ഗമിപ്പിച്ചു. എന്താണ്? അവനെ വധിച്ചു. ബാലകന്മാരെ തുറന്ന് പുറത്താക്കി ചാലവേ വാഴ്ത്തി സ്തുതിച്ചതു ദേവകൾ. അപ്പം ഇവനെ, ഈ ദുഷ്ടന അങ്ങനെ ചെയ്യുമെന്ന് ഭഗവാൻ അറിഞ്ഞൂടെ. ഇവന്മാരിങ്ങനെ കൂടുതൽ നടക്കുന്ന ഈശ്വരൻ അറിയാമല്ലോ. അതുകൊണ്ട് ഗുഹയ്ക്കകത്ത് കൊണ്ടുപോയി അടയ്ക്കുന്നെല്ലാം ഭഗവാൻ മനസ്സിലായി. യവനെ അന്നേരെ പിടിച്ചു. യവൻ പോകാൻ തുനിഞ്ഞു, ഓടിക്കളയാൻ തുനിഞ്ഞു. പക്ഷേ ഭഗവാൻ അവനെ, ദേവദേവനാക്കുന്ന ഈശ്വരൻ കൃഷ്ണൻ യമലോകയെ ഗമിപ്പിച്ചു. അതായത് കാലപുരിയിലേക്ക് അവനെ അങ്ങ് അയച്ചു. ഗമിപ്പിച്ചാൽ അവിടേക്ക് വിട്ടു, കൊന്നിട്ട് വിട്ടു. ഇവിടെയാ കാലപുരിയിലേക്ക് വിട്ടു, അതായത് അവനെ കൊന്നു. അപ്പം ബാലകന്മാരെ ചെന്ന് ഭഗവാൻ എന്ത് ചെയ്തു? പുറത്താക്കി. കല്ലൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അതിൻ്റെ വാതിൽക്കലാണ് കുട്ടികൾ ഇറങ്ങാതിരിക്കാൻ കല്ലുകൾ അവന് ആരോഗ്യമില്ലയോ. വേഷം കെട്ടി കുട്ടികളെ രൂപത്തിൽ വന്നെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ അവൻ ഭയങ്കര ആകാരമല്ലേ അവൻ്റെ ശരീരം. അതുകൊണ്ട് ഭഗവാൻ ചെന്ന് ഈ കുട്ടികളെല്ലാം പുറത്താക്കിയിട്ട് ശാലവേ അപ്പോഴെന്ത് ചെയ്യുന്നു? വാഴ്ത്തി സ്തുതിച്ചതു ദേവകൾ. ദേവന്മാരിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഭഗവാൻ ഇവിടെ അവതരിച്ചേക്കുന്ന ഇങ്ങനെ ഭൂമിയിൽ ധർമ്മം രക്ഷിക്കാനും ദുഷ്ടന്മാരെ ഭഗവത്തനെ കണ്ട് അവർ നോക്കിയിരിക്കും. കുട്ടിയല്ലേ, കൃഷ്ണനും വലിയ പ്രായമില്ലല്ലോ. അതുകൊണ്ട് അവർക്കെല്ലാം എപ്പോഴും ശ്രദ്ധയുണ്ട്. അവർ നോക്കിയിരിക്കും. ഇവന്മാർ വരുന്നതും കണ്ടിരിക്കും. ഇവനെയൊക്കെ ഇപ്പോൾ
അടുത്ത വധം ഇപ്പോൾ കാണാം എന്ന് പറഞ്ഞ് കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ വ്യോമാസുരനെയും ഭഗവാൻ വധിച്ചു. അത് കണ്ടപ്പോൾ ചാലവേ വാഴ്ത്തി സ്തുതിച്ചു ദേവകൾ. എന്നതു കേട്ടു സന്തോഷേണ കൃഷ്ണനും ചെന്നു തൽ ഗോകുലം ബുക്കുവാണിടിനാൻ. ഈ സന്തോഷത്താൽ ഭഗവാൻ ചെന്ന് ഗോകുലത്തിലേക്ക് തിരിച്ചു പോയി അവിടെ ചെന്ന് വാഴുന്നു. ഇങ്ങനെ ഓരോ സമയങ്ങളിലും അന്നത്തെ കാലം ഭഗവാൻ ഇവിടെ അവതരിക്കുന്ന ഈ ദുഷ്ടന്മാരെ വകവരുത്താനായതുകൊണ്ട് അവർ മനഃപൂർവ്വം ഭഗവാനെ കൊല്ലാനായിട്ട് പല രീതിയിൽ ഇന്നും നമുക്കറിയാമല്ലോ, നമുക്ക് അത് വിശ്വസിക്കാമല്ലോ. എങ്ങനെയാ വെച്ചാൽ ഇന്ന് എന്താ മത്സരങ്ങളല്ലേ, ഒരാളെ ഒന്ന് കൊന്നാൽ അടുത്ത ആളിനെ തിരിച്ച് പകരം വീട്ടുക, ഇങ്ങനെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെയല്ലയോ? അത് തന്നെയാണ് അന്നും ഇന്നും ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം, ഇന്ന് ഈ നടക്കുന്ന മൊത്തവും ഇങ്ങനെയാണ്. അതിൽ നിന്നെല്ലാം നമ്മൾ ഒഴിഞ്ഞു മാറി ജീവിക്കാനും കൂടെ നമുക്ക് ബുദ്ധി വേണം. നമ്മൾ ദുഷ്ടതയിൽ നിറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ നമുക്ക് തന്നെ മനസ്സിലാവും, ഇന്നയാൾ കൊള്ളാത്തവനാണ്, നമ്മളെ കൂടെ കൂട്ടുകൂടാൻ കൊള്ളത്തില്ല, അങ്ങനെയുള്ള കൂട്ടുകൂടിക്കരുത്. ഭഗവാൻ അത് അറിയാവുന്നുണ്ട്, മനസ്സിലാക്കി. അതിന് ഇന്നുള്ള കുട്ടികൾക്ക് അറിയില്ല. നമ്മൾ ഇപ്പോൾ സ്കൂളിൽ പോകുന്നു, ദുഷ്ടനും അത് കാണും, നല്ല കുട്ടികളും കാണും, ചീത്ത കുട്ടികളും കാണും. നമ്മൾ മനഃപൂർവ്വം മനസ്സിലാക്കിയിട്ട് ഒഴിഞ്ഞു മാറി നിന്ന് എങ്ങനെയും ജീവിച്ചു പോകണ്ടേ, മത്സരത്തിന് പോകാതെ ജീവിച്ചു പോകണം. നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ അങ്ങനെ. അതുകൊണ്ട് അതാണ് ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിയും തകർത്തും കൊന്നും കുത്തും ഒക്കെ ചെയ്യുന്നത്. കഴിയുന്നതും നമുക്ക് ഒഴിഞ്ഞു മാറി ജീവിച്ച് പോകണമെന്ന് ഞാൻ പറയുന്നത്. കുട്ടികളെ എത്രത്തോളം നമുക്ക് കൊള്ളാത്തവരോട് കൂട്ടുകൂടാതെ ജീവിക്കണം. അതാണ് പകരം വീട്ടാനും മത്സരമൊക്കെ ആണ് ഇന്നത്തെ ലോകം, അങ്ങനെ ആയിപ്പോയി. എന്നാലും നമുക്ക് പ്രാർത്ഥിക്കണം, രക്ഷകർത്താക്കൾ പ്രാർത്ഥിക്കണം. കുട്ടികളെ പറഞ്ഞ് വിടുമ്പോഴും ഇന്ന് ഏതെല്ലാം രീതിയിൽ ഒരു വേണ്ടാത്ത ഒരാൾ ഒന്ന് അടിച്ചാൽ പോലും നാണക്കേടുകൊണ്ട് തന്നെ ചെന്ന് ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളാണ്. ഏതെങ്കിലും കുട്ടികളൊന്ന് അടിച്ചാൽ പറയാം, എന്നെ ഇന്നേരം അടിച്ച് എനിക്കിനി ജീവിക്കേണ്ട, നാണക്കേട് എന്നും പറഞ്ഞ് പോയി ആത്മഹത്യ ചെയ്യുന്ന കുട്ടികളുണ്ട്. സാറ് വല്ലതും പറഞ്ഞാലോ അപ്പോഴും ഇങ്ങനെ ചെയ്യുന്നു. ടീച്ചർമാർക്ക് അടിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മളെ വീട്ടിൽ പഠിപ്പിക്കണം. കുട്ടികളെ ഒന്ന് അടിച്ചെന്ന് വരുകയോ പലവരുണ്ട് അതിനൊന്നും നാണക്കേട് സംഭവിക്കാതെ നമ്മൾ കുട്ടികളെ ഞാനെങ്ങനെയാണെന്ന് വെച്ചറിയാലേ, എൻ്റെ മോനാണെങ്കിൽ അടിക്കുന്നത് നാണക്കേടായിരുന്നു. അതിന് ഞാൻ എന്ത് ചെയ്തു, നാണക്കേട് മാറാൻ വേണ്ടി എൻ്റെ മുറ്റത്ത് റോഡുണ്ട്, റോഡിലോട്ട് പിടിച്ച് നിർത്തിയിട്ട് ആരും കാണി അടിക്കും. അതുകൊണ്ട് ആ നാണക്കേടങ്ങ് മാറി. നമ്മൾ നാണക്കേടും വെച്ചുകൊണ്ട് ഒളിച്ചൊളിച്ച് അടിക്കുന്ന, അപ്പോൾ ആരെങ്കിലും ഇതുപോലെ തുടങ്ങി മണ്ടിക്കഴിഞ്ഞാൽ എന്ത് വരും, ഇതുപോലെ ആത്മഹത്യക്ക് പോകും. അത് കുട്ടിനാളിലെ അങ്ങ് നുള്ളിക്കളയുക, അഭിമാനം, ആ ഒരു നാണക്കേടിനെ അങ്ങ് മാറ്റി കളഞ്ഞാലുണ്ടല്ലേ പിന്നെ അത് അവർക്ക് ഉണ്ടാവത്തില്ല. സാറിനും അടിക്കാം, എല്ലാവർക്കും അടിക്കാം. പിന്നെ അതല്ലാതെ ഇങ്ങനെ നമ്മൾ നാണക്കേടെന്ന് പറഞ്ഞുകൊണ്ട് ഒളിച്ചൊളിച്ച് ആരും കേൾക്കാതെ പള്ളു പറയുക, ആരും കേൾക്കാതെ കാണാതെ അടിക്കുക, ഇതൊക്കെയാണ് കുട്ടികൾക്ക് വളം. അപ്പം മറ്റുള്ളവരാരെങ്കിലും വല്ലതും പറഞ്ഞാൽ പിള്ളേർക്ക് വിഷമമാണ്, നാണക്കേടാ മുഖത്ത് നോക്കാൻ. അതിന് നമ്മൾ കുട്ടിനാളിലെ അതൊക്കെ മാറ്റിയാലോ വല്ല വിഷമം വരുമോ? എല്ലാവരുടെ മുമ്പിൽ തന്നെ അടിക്കണം, എല്ലാവരുടെ മുമ്പിൽ തന്നെ പള്ളം പറയണം. അങ്ങനെ പഠിപ്പിച്ചാൽ മാത്രമേ, ഞാൻ അങ്ങനെ ആയതുകൊണ്ട് പറഞ്ഞതാ. എല്ലാവരും ഇന്ന് അങ്ങനെ എല്ലാവരും ഒളിച്ചൊളിച്ചാണ് ഇന്ന് കുട്ടികളെല്ലാം ഇതുപോലെ ആത്മഹത്യക്ക് പോണത്. അവർക്ക് സാറൊന്ന് പള്ളു പറഞ്ഞാൽ പിന്നെ മറ്റുള്ള പിള്ളേരെ നോക്കാൻ കഴിയത്തില്ല, അവിടെ ഉടനെ മരണം പറഞ്ഞേക്കുന്നു. അതാണ് ഇന്നത്തെ നാണക്കേട്. അത് വീട്ടിലെ രക്ഷകർത്താക്കൾ മക്കളെ താലോലിച്ച് വളർത്തി ആരും കേൾക്കാതെ ഒന്ന് രഹസ്യത്തിലേ പള്ളു പറയും. പള്ളും പറയത്തില്ല, എൻ്റെ പൊന്നു കുഞ്ഞല്ലേ മക്കളെ പള്ളെന്നും പറയും, ഇങ്ങനെ താലോലിച്ച് വളർത്തും. അതുകൊണ്ടാണ് കുട്ടികൾ വളർന്നു വരുമ്പം അന്യ വീട്ടിൽ പോയി ജോലി ചെയ്ത് ജീവിക്കാൻ പോലും അവർക്ക് വയ്യാതായി. വേറെ എങ്ങും പോയി അവനവൻ്റെ വീട്ടിൽ കുത്തിയിരുന്ന് ടി വിയും കണ്ടോ അല്ലെങ്കിൽ മൊബൈലും കണ്ടിരുന്നാലും അവനവന് എത്ര പഠിച്ചാലാണ് ജോലി കിട്ടുന്നത്? ജോലിക്ക് വിധി ഉണ്ടെങ്കിലേ കിട്ടൂ. അത് കാരണം ഇന്നത്തെ കുട്ടികൾക്ക് ഒരു വക ചെയ്ത് ഒരു വീട്ടിലോ മറ്റൊരു അന്യൻ്റെ വീട്ടിൽ പോയി ഒരു കാര്യം ചെയ്ത് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, നാണക്കേട്. അങ്ങനെ പഠിപ്പിച്ചു കഴിഞ്ഞു. രക്ഷകർത്താക്കൾ എല്ലാ തൊഴിലിനും വിട്ട് പഠിപ്പിക്കണം. കുട്ടിനാളിൽ ഏത് തൊഴിലും എടുക്കാനുള്ള ഒരു തൻ്റെ അവർക്ക് ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് ഒരു കൂസലില്ലാതെ എല്ലാ ജോലിയും ചെയ്ത് ജീവിക്കും. ഇത് ഉദ്യോഗം മാത്രം കിട്ടിയാൽ എല്ലാവരും ഉദ്യോഗത്തിലിരിക്കാൻ പറ്റുന്നതാണോ? അതുകൊണ്ട് ഇന്ന് ഒരുപാട് കുട്ടികൾക്ക് ജീവിതത്തിന് വഴിമുട്ടി നിൽക്കുന്നു. എങ്ങും പോയി ആരുടെ മുമ്പിൽ ചെന്നൊന്ന് കൈനീട്ടാൻ വയ്യ, എനിക്ക് ഇന്ന ജോലി തരുമോ, ഇത് ചോദിക്കാൻ പോലും വയ്യാത്തൊരു നാണക്കേട്. എങ്ങനെ ജീവിച്ചു പോകും? ഞാൻ പറയുന്ന ചിലപ്പം നന്നായി നോക്കുന്ന ഇതുപോലെ രക്ഷകർത്താക്കളൊക്കെ നല്ല നല്ല അധ്യാപകരോ ഒക്കെ ആയിരിക്കും. അവരുടെയൊക്കെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ട് അങ്ങനെ ഉള്ള അച്ഛനും അമ്മയും അധ്യാപകർ. മക്കളെ അങ്ങനെ വളർത്തിയതിൻ്റെ ഫലം ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം, എങ്ങനെ ഇന്ന് ജീവിക്കുന്ന ആ കുട്ടി. അതുകൊണ്ട് പറഞ്ഞതാ, നല്ല രീതിയിൽ കുട്ടിനാളി വളർത്തുമ്പോൾ അച്ഛനും അമ്മയും സാറന്മാരൊക്കെ ഇല്ലയോ മക്കൾ അങ്ങനെ വളരട്ടെ. പക്ഷെ അതിനെന്ത് വന്നു, നേരിട്ട് പഠിക്കാൻ ബുദ്ധിയുണ്ടോ? അതുമില്ല. ജീവിക്കാൻ തൊഴിലുണ്ടോ? അതുമില്ല. അച്ഛനും അമ്മയും മരിച്ചും പോയി. ഇപ്പം എങ്ങനെ ജീവിക്കും?
അതുപോലുള്ള അവസ്ഥകൾ വരാതിരിക്കണമെങ്കിൽ നമ്മൾ എല്ലാം അജ്ഞാനം മാറ്റി പഠിപ്പിക്കണം കുട്ടികളെ. എനിക്കിതേ അറിയാവൂ, ഞാൻ അതുകൊണ്ട് എൻ്റെ അറിവിനനുസരിച്ച് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഒരുപാട് സമ്പാദിച്ച് വയ്ക്കുന്നവർക്കൊക്കെ വലിയ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാം മക്കൾക്ക്, അതും നല്ലത് തന്നെ. എങ്ങനെയായാലും കുട്ടികൾ നന്നായി ജീവിക്കണം, ആത്മഹത്യക്ക് തുനിയാതെ. അവർ മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈ നീട്ടി യാചിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഒരു തൊഴിൽ ചെയ്യുന്നത്? നല്ല നല്ല തൊഴിലുകളുണ്ടല്ലോ, ഏത് തൊഴിലും പഠിക്കാമല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പറയുന്നെന്നുള്ളതേ ഉള്ളൂ. ഇഷ്ടമുള്ളവർ അത് കേൾക്കുക. സാധാരണക്കാർക്കൊക്കെ ഇഷ്ടപ്പെടും, എല്ലാവരുടെയും കാര്യമില്ല. എന്നെപ്പോലുള്ള സാധുക്കളുണ്ടല്ലോ, എന്നുവെച്ചാൽ എന്താ പറയുക, അന്നന്ന് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന മക്കൾക്കൊക്കെ, അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. കാരണം ആദായങ്ങളെടുത്ത് ജീവിക്കാനുള്ള ആസ്തിയൊന്നും കാണത്തുമില്ല, തൊഴിലുമില്ലാതെ കുട്ടികൾ വിഷമിച്ച് പോകുമ്പോൾ, നമ്മൾ മരിച്ചും പോകുമ്പോൾ നമ്മുടെ ആത്മാവിന് എത്രമാത്രം വിഷമമായിരിക്കും, കുട്ടി എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്. അതിന് നമ്മൾ എന്താ ചെയ്യുക? എന്തെങ്കിലും തൊഴിലുകളൊക്കെ പഠിപ്പിച്ച് പല ജോലികൾക്കും പോകാനെടുക്കാനും ഒക്കെ അവരെയൊക്കെ പഠിപ്പിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പറഞ്ഞതാണ്. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.